വർഗീസേ എന്തോ വർഗീസേ എന്തോ സെമിത്തേരിയിൽ എന്നാലാടോ ഒരു അനക്കം താൻ കൂടെ വന്നേ നോക്കാം വാ നോക്കാം. ആദ്യ രാത്രി ആരാടാ അതെ മണ്ണാരം മോഷ്ടിക്കാൻ വന്നവനാണോ? ആരാ അതെ എന്റെ ഈശോ മാതാവേ ഇവ ഇതെന്നാ മരത്തിന്റെ മോളില് ഇറങ്ങണ മരത്തിന്ന് ഞാൻ തൂങ്ങാൻ പോവാ. എടാ മരത്തി തൂക്കലെന്ന് ഇറങ്ങാൻ താഴെ. ഞാൻ തൂങ്ങും. എടാ ഞാനാ പറഞ്ഞ തൂക്കലെന്ന് ഇറങ്ങാൻ താഴെ. ഞാൻ തൂങ്ങിയ മോനെ നിനക്ക് എന്തെങ്കിലും പറ്റിയോടാ? എന്നാ പറ്റാനാ? മരക്കൊമ്പെന്ന് കുത്തി വീണ നല്ല സുഖല്ലേ? നിന്നോട് അതിന് തൂങ്ങലെന്ന് പറഞ്ഞല്ലേ? കേട് മൂത്ത കൊമ്പായിരുന്നു. തുറിച്ച് ചേച്ചേക്കുന്ന കണ്ടില്ലായോ? എന്നാ പിന്നെ നേരത്തെ പറയാൻ മേലായിരുന്നു അച്ചോ. അതേടാ ഇനി തൂങ്ങിച്ചാൻ പറ്റുന്ന കൊമ്പയിലെല്ലാം ഞാൻ ബോർഡ് കൂടി തൂക്കിയിടാം. എന്നതായിരുന്നടാ ഇത്ര തണ്ണ നിനക്ക് തൂങ്ങാൻ? എന്റെ കെട്ടിയോളില്ല അച്ചോ, സിനിമോൾ. അവളെന്നെ വിട്ടേച്ചും പോയി. ആ വിഷമം കൊണ്ട് തൂങ്ങിയതാ. ഒന്ന് പൊക്കിയടാ ഈ വേതാളത്തെ. വരുന്നു. ഹലോ ഹലോ അച്ചു, ഇത് ഞാനാ സിനി. നീ ഇപ്പൊ എവിടുന്നാ? ഞാനിപ്പോ വയനാട്ടിൽ നിന്നാ അച്ചു. ഇവിടെ കാരുണ്യ എന്ന് പറയുന്ന ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്, മഠം നടത്തുന്നതാ. അറിയാം അറിയാം. ഇവിടെ 2 നഴ്സുമാരുടെ ആവശ്യമുണ്ടെന്ന് ഹോസ്പിറ്റലിലെ മദർ കുറച്ച് നാളായിട്ട് പറയുന്നതാ. ഞാനിങ്ങോട്ട് പോന്നച്ചു. ഇനി ഞാൻ അവിടെ നിന്ന് ശരിയാവത്തില്ല. മോളെ ജോയ് നീ തമ്മിൽ എന്താ പ്രശ്നം? സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? അച്ഛൻ തന്നെ നേരിട്ട് ചോദിച്ചാ മതി. നീ അവിടെ നിന്ന് വാകൊച്ചേ. നീയും കൂടെ ഒരു കാലത്ത് നന്നാവത്തില്ല. നന്നാക്കാൻ നമ്മളെല്ലാം ഇത്രയും കാലം നോക്കിയിട്ട് നടന്നില്ലല്ലോ. ഇനി തന്നെ നന്നാവട്ടെ. ഞാനിവിടെ എത്തിയെന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടി വിളിച്ചെന്നേ ഉള്ളൂ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഒരു മിനിറ്റ്. പറ. ആര് പറഞ്ഞടാ ഇതെടുത്ത് തരാൻ? വേറെ ഒന്നും കിട്ടിയില്ല അച്ചോ. ഊരടാ. അല്ലെങ്കിൽ വേണ്ട. എടാ ലോക ഊരാൻ. ഇതേ പിന്നെ വല്ലോം കണ്ട് പേടിച്ചേച്ച് പനി പിടിക്കരുത് കേട്ടോ അച്ചോ. എടാ ഞാനാ പറഞ്ഞ ലോകം ഊരാൻ. അടിയിലൊന്നും ഇട്ടിട്ടില്ലെന്ന്. വൃത്തികെട്ടവൻ. ഓ, അടിയിലിടാത്ത ഞാൻ വൃത്തികെട്ടവനാണെങ്കിൽ എന്നെ ഇട്ടേച്ചും വല്ല വഴിക്കും പോയവളെ അച്ഛൻ എന്നാ വിളിക്കും? കെട്ടിയവന്മാരുടെ കയ്യിരിപ്പ് മോശമാകുമ്പോഴേ കെട്ടിയവന്മാർ അവരവരെ വഴിക്ക് പോകും. ഇതിന് മാത്രം എന്ത് പുകിലാടാ നീ വീട്ടിൽ കാണിച്ചത്? അതിപ്പോ ഏത് കെട്ടിയവനും ഒരു മിസ്അണ്ടർസ്റ്റാൻഡ്മെന്റിംഗ് ഒക്കെ ഉണ്ടാകത്തില്ലേ? എന്നതാ മിസ്അണ്ടർസ്റ്റാൻഡ്മെന്റിംഗ്? തെറ്റിദ്ധാരണ. ജോയിയുടെ കാര്യം ശരിയാകുമെന്നുള്ള ഒരു പ്രതീക്ഷയും എനിക്കിപ്പോഴില്ല. നിന്നോടല്ലാതെ ഞാൻ ആരോടാ സങ്കടം പറയുന്നു? എനിക്കറിയാം ഇപ്പൊ നിനക്കും എന്നെ വേണ്ടാതായി. എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും നേരമില്ലല്ലോ. അളിയ കേട്ടോടത്തോളം ഇത്തിരി പ്രശ്ന. ഈടാ പക്ഷെ വേറെ ആരുടെ ശബ്ദമൊന്നും കേട്ടില്ല. ഇനി അവള് പൂച്ചയോടോ മറ്റോ വർത്താനം പറഞ്ഞായിരിക്കൂ. പൂച്ചയാണെങ്കിൽ കുഴപ്പമില്ല. ആള് മാറുമ്പോ അടുക്കളയിൽ കയറുന്നുള്ളൂ. ആള് മാറുമ്പോ കട്ടിലിൽ കയറുന്ന ഒരു ജന്തു ഉണ്ട്, ജാരൻ, മാർജാരൻ. വെട്ടി നിരത്തിക്കളയും ഞാൻ. താനൊരുമാതിരി തളത്തിൽ ദിനേശനാവല്ലേ? പിന്നെ ഞാൻ എന്നാ ചെയ്യണമെന്നാ? പഴം വിഴുങ്ങിയിരിക്കണം? അങ്ങനല്ല, കട്ട് തിന്ന ആരെങ്കിലും വന്ന അവനെ കയ്യോടെ പിടിക്കണം. പിടിച്ച ലവന്റെ അവസാനമാ. ആകെപ്പാടെ ഞായറാഴ്ച മാത്രം എനിക്കൊരു ഓഫ് കിട്ടുന്നത്. അന്നേരമെങ്കിലും കള്ളു കുടിക്കാൻ പോകാതെ ഈ പരിക്കാത്തിരുന്നാലെന്താ? ഓ, കള്ളു കുടിക്കാനൊന്നും അല്ലടി. നമ്മുടെ മറ്റത്തിക്കാരുടെ കിണറ്റില് ഒരു പട്ടി വീണ് കിടപ്പുണ്ട്. വിളക്കൂതയും കൂട്ടി ചെന്ന് അതിനൊന്ന് പൊക്കിയെടുക്കണം. ഉണ്ണാൻ കാണത്തില്ലേ? ഓ ഇല്ലടി, ഞാനേ ആ കിണറോടൊന്ന് തേയി കൊടുത്തേച്ചാ വരത്തുള്ളൂ. നീ കഥ കടച്ചോ.
അതെ, നീ മാത്രമല്ലേ ഉള്ളു എനിക്ക്. കിണർ തേക്കാനും കുളം വൃത്തിയാക്കാനും ഒന്നും അല്ല ജോലി പോയേക്കുന്നത്, കള്ളി ഷാപ്പിലോട്ടാ. നിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാ എനിക്ക് ശകലൊരു സുഖം കിട്ടുന്നത്. അപ്പൊ എന്റെ കൂടെ കിടക്കുമ്പോ നിനക്ക് കിട്ടുന്ന എന്നതാടി ഏത്തക്കാ പൊഴിഞ്ഞതോ? രണ്ടിന്റെ അസുഖം ഞാൻ ഇന്ന് തീർത്തു തരാം. അല്ല, ഇവൻ ആരാണെന്ന് ആദ്യം അറിയണമല്ലോ. നീ എന്നെ മൊത്തത്തിൽ കൈവിടുകയെന്ന് എനിക്കറിയാം. കാര്യം കള്ളൊക്കെ കുടിക്കുമെങ്കിലും ഞാനെന്ന് വെച്ചാൽ ജോയിക്ക് ജീവനാ. ആ കള്ളുകൂടി ഒന്ന് നിർത്തിച്ചു തന്നാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. പിന്നെ കൈക്കൂലിയായിട്ട് ഈ തിരിയൊക്കെ കത്തിച്ചേക്കുന്നതെന്ന് ഓർത്തേക്കല്ലേ കേട്ടോ. ഞാൻ എന്നാ ഒരുത്തനാ? എന്നതാടാ ഏണിയൊക്കെ ഒളിഞ്ഞു നോക്കുന്നേ? അത് ഇതിനകത്തൊരു പാമ്പ്. പാമ്പിന്റെ വീട്ടിൽ വേറെ പാമ്പോ? പാമ്പ് തന്നെ തന്ത. അല്ല, കിളി പറന്നുപോയി. ഓ ഓ, ഇതെന്നാ നേരത്തെ പട്ടിയെ കയറ്റിയില്ലേ? അത് തന്നെ കയറിപ്പോയി. പട്ടി തന്നെ കയറിപ്പോയോ? അല്ല, ആരോനെ കയറ്റി വിട്ടുന്ന്. ഇന്ന് നല്ല കൊച്ചായിട്ടാണല്ലോ വരവ്. എനിക്ക് വിശക്കുന്നു, ചോറ്. ഉണ്ണാൻ വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും വെച്ചില്ല. ഇന്നലത്തെ മീൻകറി ചെയ്ത്. എന്നാ പറ്റി ഷാപ്പിലൊന്നും കയറാതെ നേരത്തെ ഇങ്ങ് പോന്നത്? സത്യം പറഞ്ഞ ഞാനിന്നും മനപ്രയാസം കൊണ്ട് 2 എണ്ണം അടിച്ചാലോ എന്ന് വിചാരിച്ചതാ. എന്നതാ ഇപ്പൊ ഇതിന് മാത്രം മനപ്രയാസം? ഞാൻ നിന്നെ അങ്ങ് തെറ്റിദ്ധരിച്ചു പോയടി. നീ കർത്താവിനോട് വർത്താനം പറയുന്ന കേട്ടപ്പോ ഞാൻ ഓർത്തു ഇവിടെ വേറെ ആരാണ്ട് വരുന്നുണ്ടെന്ന്. വേറെ ആര് വരാനാ ഇവിടെ? അല്ല, ഈ മറ്റവനെ. മറ്റവനോ? ജാരൻ. ആര്? അങ്ങനല്ല, ഈ ജാരൻ എന്ന് പറയുമ്പോ ഞാനൊരു ഭർത്താവല്ലേ?